ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെന്ത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. ഇത് ഒരുപാട് പൊഴിഞ്ഞതാ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ ഇത് പറയാനല്ലെന്ന് വന്നേ. നമുക്ക് ദാഹം മാറ്റി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വന്നാലോ? ഹലോ, നമ്മൾ പിന്നെയും കടയിലുള്ള സൈസ് ലൈം ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ദാഹവും വെള്ളമൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇച്ചിരി മധുരം കൂടുതലാണ്. നമ്മൾ ഈ നാരങ്ങ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല, നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള നാരങ്ങയാണ്. കറക്റ്റ് പച്ച നാരങ്ങ കേട്ടോ, നല്ല പച്ച നാരങ്ങ നമ്മൾ കഷ്ണമാക്കി കണ്ടിച്ചിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ ഈ വെള്ളവും പഞ്ചസാരയും നമ്മൾ ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. മിക്സി ഒന്ന് ചെറുതായിട്ട് കറക്കിയിട്ടുണ്ട്. ഇനി ആ നാരങ്ങ ഇതിനകത്ത് കരിഞ്ഞത് അങ്ങോട്ടിട്ട് പിന്നെ ഒന്നും കൂടെ മിക്സി അടിച്ച് ഷർ എന്ന് പറഞ്ഞ് നമുക്ക് കറക്കിയെടുക്കാം. മിക്സി അടിച്ച് കറക്കിയെടുക്കുന്നുണ്ട്. നല്ല പതഞ്ഞ് വരും ഈ പഞ്ചസാരയും വെള്ളവും നാരങ്ങയും എല്ലാം കൂടെ ആകുമ്പം. ഇനി ഇത് നേരെ എടുത്ത് ഒരരിപ്പ് വെച്ചൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റി നല്ലൊരു ഗ്ലാസ്സിനകത്തോട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലൈം ജ്യൂസ് റെഡി. എല്ലാവരും തയ്യാറാക്കണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെന്ത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. ഇത് ഒരുപാട് പൊഴിഞ്ഞതാ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ ഇത് പറയാനല്ലെന്ന് വന്നേ. നമുക്ക് ദാഹം മാറ്റി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വന്നാലോ? ഹലോ, നമ്മൾ പിന്നെയും കടയിലുള്ള സൈസ് ലൈം ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ദാഹവും വെള്ളമൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇച്ചിരി മധുരം കൂടുതലാണ്. നമ്മൾ ഈ നാരങ്ങ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല, നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള നാരങ്ങയാണ്. കറക്റ്റ് പച്ച നാരങ്ങ കേട്ടോ, നല്ല പച്ച നാരങ്ങ നമ്മൾ കഷ്ണമാക്കി കണ്ടിച്ചിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ ഈ വെള്ളവും പഞ്ചസാരയും നമ്മൾ ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. മിക്സി ഒന്ന് ചെറുതായിട്ട് കറക്കിയിട്ടുണ്ട്. ഇനി ആ നാരങ്ങ ഇതിനകത്ത് കരിഞ്ഞത് അങ്ങോട്ടിട്ട് പിന്നെ ഒന്നും കൂടെ മിക്സി അടിച്ച് ഷർ എന്ന് പറഞ്ഞ് നമുക്ക് കറക്കിയെടുക്കാം. മിക്സി അടിച്ച് കറക്കിയെടുക്കുന്നുണ്ട്. നല്ല പതഞ്ഞ് വരും ഈ പഞ്ചസാരയും വെള്ളവും നാരങ്ങയും എല്ലാം കൂടെ ആകുമ്പം. ഇനി ഇത് നേരെ എടുത്ത് ഒരരിപ്പ് വെച്ചൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റി നല്ലൊരു ഗ്ലാസ്സിനകത്തോട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലൈം ജ്യൂസ് റെഡി. എല്ലാവരും തയ്യാറാക്കണം.